ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ ഈ ഒരു ക്ലാസ് ഡി ആമ്പിൻ്റെ വീഡിയോ ആണ്. കാര്യം ഒരുപാട് ആൾക്കാർ വില കുറഞ്ഞ് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുമോ, വില കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും വില കുറച്ചൊരു ക്ലാസ് ഡി ആമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരേ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആമ്പാണ്, ഈ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഈ ഒരു ബോർഡ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഈ ബോർഡ് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഏറ്റവും വില കുറഞ്ഞതിൽ കുറച്ച് ബഡ്ജറ്റ് ലെവലിലൊക്കെ നമുക്ക് ഇത് വെച്ചൊരു ക്ലാസ് ഡി ആമ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വില 700 രൂപയ്ക്കകത്തുള്ളൊരു വിലയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു SMPS നമുക്ക് അതിനൊരു 700, അപ്പോൾ ഒരു 1400 അല്ലെങ്കിൽ ഒരു 1500 രൂപയോളം അതിനും വരും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് അത്രയും പവർ സപ്ലൈ ആയി. ഇനി ഒരു USB മോഡ്യൂളും കൂടെ കൊടുത്ത് ഒരു ചെറിയൊരു ക്യാബിനറ്റും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2.1 ആംപ്ലിഫയർ ആയി. അപ്പോൾ അത്രയും എനിക്ക് ഒരു 2000-2500 രൂപയ്ക്കകത്തുള്ളൊരു ചിലവിൽ നിങ്ങൾക്കൊരു 2.1 ആംപ്ലിഫയർ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇതിനകത്ത് ഇപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്താണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പവർ സപ്ലൈ. ഒന്നുകിൽ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയൊരു ജാക്ക് വെച്ചിട്ട് 12 വോൾട്ടിൻ്റെ ചെറിയൊരു അഡാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ആമ്പ് ഓൺ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 12 വോൾട്ട് തൊട്ട് നമുക്കൊരു 20-24 വോൾട്ട് വരെയൊക്കെ ഇതിനകത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡാണ്. 12 വോൾട്ട് തൊട്ട് ഇത് വർക്ക് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ വാങ്ങി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഓണാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ്. പിന്നെ ഇനി ഇതിനകത്ത് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സബ് വൂഫറിൻ്റെ സൈഡ് ഔട്ട്പുട്ട് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ലെഫ്റ്റ് സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് റൈറ്റ് സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ബോർഡിൻ്റെ വാട്ട്സ് എത്രയാണെന്നുള്ളത്, ചില ആൾക്കാർ 100+100 വാട്ട് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അത്രയൊന്നുമില്ല. 50+50 ലെഫ്റ്റ് റൈറ്റിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന വോൾട്ട്, മാക്സിമം വോൾട്ടിൽ മാക്സിമം കിട്ടുന്ന വാട്ട്സ് 50+50 ലെഫ്റ്റ് റൈറ്റിനും. കൂടാതെ തന്നെ സബ് വൂഫറിൻ്റെ സൈഡിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വാട്ട് 100 വാട്ട് മാക്സിമം എടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് 24 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അത്രയും പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇനി അടുത്ത കുറേ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഈ ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഈ ബോർഡ് കുറേ ആൾക്കാർ ഇതുപോലത്തെ ക്ലാസ് ഡി ബോർഡ് വാങ്ങി വീട്ടിലിരിക്കുന്ന വെറും അഴുക്ക സ്പീക്കേഴ്സ് പിടിച്ച് ഇതിൽ കണക്ട് ചെയ്യും. അപ്പോൾ അഴുക്ക സ്പീക്കേഴ്സ് മാത്രം കണക്ട് ചെയ്യുന്ന കേസ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് സ്റ്റീരിയോ ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ സ്റ്റീരിയോ ഔട്ട്പുട്ടും ഒരു സബ് വൂഫറും കൂടെ കൊടുക്കാൻ പറ്റും. 2.1 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഈ ബോർഡ് വാങ്ങി കണക്ഷനെല്ലാം കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കർ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു 4 ട്യൂട്ടറും ഒരു 4 സ്പീക്കറും പിടിച്ച് ഒരു ചാനലിൽ, അടുത്ത് അതേപോലെ 4 ട്യൂട്ടറും 4 സ്പീക്കറും പിടിച്ച് അടുത്ത ചാനലിലും കണക്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് 1 ഓമിലാണോ 2 ഓമിലാണോ എത്രയിലാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം വർക്കാവും. പാട്ട് കേൾക്കും, സ്വാഭാവികമായിട്ട് പാട്ട് കേൾക്കും. നിങ്ങൾ ഓളയും കൂട്ടി വയ്ക്കും. അവസാനം ഇതിൻ്റെ ക്ലാസ് ഡി IC ആണ് ഇതിനകത്ത് വരുന്നത്. TPA 3116 ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. CA 3116 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലാസ് ഡി ചിപ്പാണ്. TPA 3116 ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്റ്റീരിയോ ചിപ്പാണ്. ആ സ്റ്റീരിയോ ചിപ്പിനെയാണ് ഇവിടെ ബ്രിഡ്ജ് ചെയ്തിട്ട് ഒരു 100 വാട്ട് കണക്കാക്കി സബ് വൂഫറിന്, പിന്നെ ഒരു ചിപ്പ് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ 2 ചിപ്പ് ഇതിനകത്ത് വരും. അതിന് ഒരു ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഡി ആമ്പ് ആയതുകൊണ്ട് തന്നെ ചിപ്പ് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഇംപെഡൻസ് കറക്റ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷനോ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആമ്പ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആകുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് കംപ്ലൈൻ്റ് ആണ്, പെട്ടെന്ന് കത്തി പോകുന്നുണ്ട്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നുണ്ട് എന്നൊക്കെ പറയും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് വാങ്ങിയതിന് ശേഷം ഒരു സ്പീക്കർ ലെഫ്റ്റിനും ഒരു സ്പീക്കർ റൈറ്റിനും കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറിന് കപ്പാസിറ്റർ ഇടാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ച് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ കപ്പാസിറ്റർ കൊടുക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്യൂട്ടർ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റിന് ഒരു സ്പീക്കറും ട്യൂട്ടറും, റൈറ്റിന് ഒരു സ്പീക്കറും ട്യൂട്ടറും, ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും, അങ്ങനെയാണ് കൊടുക്കാനുള്ളത്. കൂടെ തന്നെ സബ് വൂഫറിന് വേണമെങ്കിൽ നിങ്ങൾ 12 ഇഞ്ചിൻ്റെ ഒരു സബ് വൂഫർ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. 200 വാട്ടിൻ്റെ ഒരു സബ് വൂഫർ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് 2 സബ് വൂഫറായിട്ട് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തോ 8 ohms ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 4 ohms ആയിട്ട് ഒരു സബ് വൂഫറും കൊടുക്കാം. ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ 2 ohmലോട്ട് പോകുന്നത് ഈ ഒരു ബോർഡിനെ അപേക്ഷിച്ച് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ 24 വോൾട്ടിൽ മാക്സിമം 24 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ഓഡിയോ ഇൻപുട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ഓഡിയോ ഇൻപുട്ട് നമുക്ക് USB എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഈ ബാസ്റ്റബിൾ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ബാസ്റ്റബിൾ വെച്ചിട്ട് അതിൽ നിന്ന് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓക്സ് ഇൻപുട്ടും വരുന്നുണ്ട്, സ്റ്റീരിയോ ഓക്സ് ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ഓക്സ് കേബിൾ ഉപയോഗിച്ചിട്ട് ഫോണിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം, കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ സിഗ്നൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2 സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഇതിൻ്റെ റിവ്യൂ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ്. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് IC വരുന്നതുണ്ട്, PCB മോശം ക്വാളിറ്റി ഉള്ളതുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് IC വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല മോഡലും പല തരത്തിൽ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ല പ്രോഡക്റ്റാണ്, നല്ല വെയിറ്റ്, കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒപ്പാം IC ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഗെയിനിന് വേണ്ടിയും സബ് ഫിൽറ്ററിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന ഒരു സർക്യൂട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒപ്പാം ICകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില ഏകദേശം 700 രൂപയോളം വില വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് തന്നിട്ട് എനിക്കൊരിക്കലും കോടികളൊന്നും ഞാൻ സമ്പാദിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ വ്യൂസുമാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനമായിട്ടുള്ളത്. കുറച്ച് ദിവസം നിങ്ങളാരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് ചിലപ്പം താല്പര്യം കാണിച്ചില്ലെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡ് വിട്ട് നിന്ന് ആൾക്കാർ ഇതിലോട്ട് വരികയും അവർ ഈ ഒരു ഇതിൽ ജോലി ചെയ്ത്, അതായത് ആംപ്ലിഫയർ നിർമ്മാണം, സ്പീക്കർ നിർമ്മാണം, അതുപോലുള്ള പല കാര്യങ്ങളും ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. കാര്യം ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് വേറെ ജോലിയില്ലാതെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഈ വർക്ക് എടുത്ത് ചെയ്ത് അവർ നല്ല രീതിയിൽ എത്തി എന്നാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴി അവർ സ്വയം തൊഴിൽ കണ്ട് എത്തി എന്നുള്ളതും അവരുടെ അറിവ് വെച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദിവസം കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവന് സബ്സ്ക്രൈബ് കൊടുത്തിട്ട് എന്തിനാണ് ഞാൻ വെറുതെ സബ്സ്ക്രൈബ് കൊടുക്കുന്നു എന്നുള്ള മനസ്സിൽ ധാരണയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് തന്നെന്ന് പറഞ്ഞ് എനിക്കൊരിക്കലും ഞാൻ കോടികളൊന്നും സമ്പാദിച്ച് വലിയ പണക്കാരനൊന്നും ഒരിക്കലും ആവാൻ പോകുന്നില്ല. ഒരു 8 മാസത്തിലൊരിക്കലാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടുന്നത്, അതും ഒരു 8000 രൂപ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.